കാടുകയറുന്ന മനുഷ്യനും കാടിറങ്ങുന്ന വന്യമൃഗങ്ങളും. മൃഗങ്ങളുടെ ജീവന് കൊടുക്കുന്നതിന്റെ 1000-ലൊരു മടങ്ങെങ്കിലും പരിഗണന മനുഷ്യജീവനും കൊടുക്കണം. വന്യമൃഗങ്ങളാൽ ജീവനും ജീവനോപാധികളും നഷ്ടപ്പെടുന്ന മനുഷ്യന്റെ അവസ്ഥ ദുരിതപൂർണമാണ്. കാലങ്ങളായി തുടർന്നു വരുന്ന ഈ അവസ്ഥ കാലം കഴിയും തോറും കൂടുതൽ സങ്കീർണമാകുന്ന പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു ഭാഗത്ത് കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ മനുഷ്യരുടെ ജീവന് ഭീഷണിയാവുകയും കർഷകന്റെ അധ്വാനത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ഒരു മാനുഷിക പ്രശ്നമായി ഉയർന്നു വരുമ്പോൾ, മറുഭാഗത്ത് മനുഷ്യരുടെ ചെയ്തികൾ കാരണം ജീവൻ നഷ്ടപ്പെടുന്ന മൃഗങ്ങളുടെ വിഷയവും കാടിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യൻ നടത്തുന്ന കടന്നുകയറ്റവും മൃഗങ്ങളുടെ കാടിറക്കത്തിന് കാരണമാകുന്നതിന്റെ പാരിസ്ഥിതിക വാദവും ഉയരുന്നു. 1940-കൾ മുതലാണ് കേരളത്തിന്റെ വനമേഖലയിലേക്ക് കുടിയേറ്റം തുടങ്ങിയതെന്നാണ് കണക്കുകൾ. വനത്തിലെ ഭൂമി വാങ്ങിക്കൂട്ടി അത് ഘട്ടം ഘട്ടമായി കൃഷിയിടമാക്കി മാറ്റുകയായിരുന്നു മനുഷ്യർ. തുടർന്ന് നാണ്യവിളകൾക്കും മനുഷ്യന്റെ വാസസ്ഥലങ്ങൾക്കുമായി കാട് വെട്ടി വെളുപ്പിച്ചു. അവിടെ തുടങ്ങുകയായിരുന്നു മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം. മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതിന് പൂർണ്ണ ഉത്തരവാദി മനുഷ്യൻ തന്നെ എന്നാണ് ഈ രംഗത്ത് പഠനം നടത്തുന്നവരുടെ അഭിപ്രായം. അതങ്ങനെയോ?